ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് 2029 പൊതു തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഈ പരിഷ്കാരം നിലവിൽ വന്നേക്കുമെന്ന് സൂചന. JPC അധ്യക്ഷനും BJP MPയുമായ PP ചൗധരിയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയിരിക്കുന്നത്. 2029 തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയുടെ വമ്പൻ മാസ്റ്റർ പ്ലാനാണ് ഈ നീക്കത്തിന് പിന്നിൽ. രാജ്യവ്യാപക രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ഈ മുന്നേറ്റം BJPക്ക് കൂടുതൽ കരുത്തു പകരും. തിരഞ്ഞെടുപ്പ് ചിലവ് കുറച്ചുകൊണ്ട് വികസനത്തിന് കൂടുതൽ സമയം കണ്ടെത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗെയിം ചേഞ്ചർ ആകുമോ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ചോദ്യത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള BJP സർക്കാർ കൂടുതൽ ആത്മവിശ്വാസം പകരുകയാണ്. തിരഞ്ഞെടുപ്പ് മോഡലിൽ നിന്നുകൊണ്ട് വികസന മോഡലിലേക്ക് രാജ്യം വളരുന്നതിന്റെ സൂചനയാണ് ഇതിലൂടെ നൽകുന്നതും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പരിഷ്കാരം 2029 പൊതു തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ നിലവിൽ വരും. ഈ പരിഷ്കാരം നിലവിൽ കൊണ്ടുവരാൻ ആവശ്യമായ സംവിധാനങ്ങൾ അതായത് ഇത്തരത്തിൽ ഇത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ബില്ലുകൾ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷനും BJP MPയുമായ PP ചൗധരി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഗോവയിൽ സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നിർദ്ദിഷ്ട തിരഞ്ഞെടുപ്പ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് സമവായത്തിൽ എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി തന്നെ രാജ്യത്തെമ്പാടുമുള്ള വിവിധ കക്ഷികളുമായി തന്നെ JPC കൂടിക്കാഴ്ച നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. കൂടിക്കാഴ്ച നടത്തിയതിലായി തന്നെ 99% പേരും നിർദ്ദിഷ്ട പരിഷ്കാരത്തെ പിന്തുണച്ചതായും, അതുമാത്രമല്ല ഗോവയിലെത്തിയ JPC മുഖ്യമന്ത്രി പ്രമോദ് സവന്തുമായും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ അംഗങ്ങളുമായും തിരഞ്ഞെടുപ്പ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലെ ഭരണഘടനാ വിദഗ്ധരും സിവിൽ സൊസൈറ്റി സംഘടനകളും വിദ്യാഭ്യാസ വിദഗ്ധരും പോലും അവിടെ ഇതുമായി ഉൾപ്പെടുത്തിയവരുമായി തന്നെ ഇതിനോടകം കൂടിക്കാഴ്ച നടത്തിയതായും ഇവിടെ ചൗധരി വ്യക്തമാക്കുന്നുണ്ട്. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒരേ സമയം അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ നടത്തുക എന്ന ആശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും. തിരഞ്ഞെടുപ്പ് ചിലവ് കുറയ്ക്കുവാനും ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പ്രധാനമായും തന്നെ അതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഇന്ത്യയിൽ 1952, 1957, 1962, 1967 വർഷങ്ങളിലെല്ലാം തന്നെ ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടന്നിരുന്നത്. എന്നാൽ വിവിധ കാരണങ്ങൾ തന്നെ പിന്നീട് ഈ രീതി മാറുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്തെന്നാൽ ഈ ആശയം പ്രാവർത്തികമാകുമോ എന്ന് അതുള്ളതും ഭരണഘടന 129 ഭേദഗതി ബിൽ പ്രകാരം 2024 ലോക്സഭയിൽ അവതരിപ്പിക്കുകയും തുടർന്നുകൊണ്ട് തന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് വിടുകയുമാണ് ചെയ്തിരുന്നത്. 2009 പൊതു തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഇത് നടപ്പാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ചിലർ വിലയിരുത്തപ്പെട്ടതും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ സൂചിപ്പിക്കുകയാണ് എങ്കിൽ തിരഞ്ഞെടുപ്പ് ചിലവുകൾ ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ ഇടയ്ക്കിടെ തന്നെ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴുണ്ടാകുന്ന ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കുവാനും വികസന പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സർക്കാരുകൾക്ക് സാധ്യമാകും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഭരണഘടനാ ഭേദഗതികൾ ഇതിന് ആവശ്യമാണ്. അതായത് സംസ്ഥാനങ്ങളുടെയും പ്രാദേശിക സർക്കാരുകളുടെയും കാലാവധി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന് ഇത് എതിരാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ വലിയ എതിർപ്പ് പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഈ എതിർപ്പുകളെ ഒന്നും മുഖവരയ്ക്ക് എടുക്കാതെ തന്നെയാണ് ഇപ്പോൾ BJP ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ മുന്നേറ്റം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.